തെലുങ്കിൽ ഇറങ്ങുന്ന 99% സിനിമകളും പരാജയപ്പെടാറില്ല. അവയെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കാൻ അവിടുത്തെ പ്രേക്ഷകർ ശ്രമിക്കും. മോഹൻലാൽ. എൻ്റെ അമ്മേ, ഇത് കേട്ടോ, തെലുങ്കിലെ പടങ്ങൾ വിജയിക്കുന്ന അവിടുത്തെ പ്രേക്ഷകർ എന്തു വന്നാലും അങ്ങ് കാണുന്നതുകൊണ്ടാണ്. ഏത് പടം ഇട്ടാലും കണ്ടോളൂ എന്ന്. ഇത് പ്രേക്ഷകരെ അവമാനിക്കുന്നതാണോ അവിടുത്തെ സിനിമയെ അവമാനിക്കുന്നതാണോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഏത് പൊട്ടപ്പടം ഇട്ടാലും കാണുന്ന ടൈപ്പ് ആൾക്കാരായതുകൊണ്ട് തെലുങ്ക് സിനിമയൊക്കെ വിജയിക്കുന്നതെന്ന് മോഹൻലാൽ. അങ്ങനെയാ പറയണ്ടേ. ഇതിപ്പോൾ ഇങ്ങനെ ആയെന്ന് എനിക്കറിയത്തില്ല. 99% ചിത്രങ്ങൾ അവിടെ വിജയിക്കാനുള്ള കാരണം ഈ പ്രേക്ഷകർ എന്തിട്ടാലും കാണുന്നതുകൊണ്ടാണ്. എങ്ങനെയുണ്ട്? ഇനി ഇയാൾ ചെന്നിട്ട് വേണം അതുകൂടി ഇല്ലാണ്ടാക്കാൻ. ഇതുവരെ അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്ന ഇത് മിക്കവാറും ഇങ്ങനെ പോയാൽ അതിനെ അധികം അങ്ങോട്ട് കൊണ്ടുപോകണ്ട കേട്ടോ, അവിടെയും പൊട്ടിക്കും. ബോംബ് എവിടെയെല്ലാം ഇടുന്നെന്ന് പറയാൻ പറ്റത്തില്ല. ഏതൊരു ബോംബ് ഇടുമെന്നും പറയാൻ പറ്റാത്ത ഒരാളാണ്. അതുകൊണ്ട് തെലുങ്ക് പ്രേക്ഷകർ തിരിച്ചറിയും മിക്കവാറും പൊട്ടിക്കേണ്ട ഏതാ, വിജയിപ്പിക്കേണ്ട ഏതാ. മലയാളി പ്രേക്ഷകരൊക്കെ ഒരുപാട് തിരിച്ചറിഞ്ഞ് അവസാനം എങ്ങാണ്ട് ഒരു പടത്തിനകത്ത് ഇച്ചിരി എങ്ങാണ്ട് ഒന്ന് ഓടിയെന്നോ അനങ്ങിയെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് തുടരും എന്നൊക്കെ എഴുതി വെച്ചു. ലാലേട്ടൻ തുടരുമെന്ന്. ലാലേട്ടൻ കണ്ടിന്യൂസ്. ഗതികേട് വന്നിട്ട് എന്തൊരു വർത്താനായി പറയുന്നത്. ഒന്നെങ്കിൽ ഏത് രീതിയിൽ നോക്കിയാലും പ്രേക്ഷകരും മണ്ടനാണ് ഒരേ സമയം, അതുപോലെ തന്നെ അവിടുത്തെ പടങ്ങൾ മിക്കതും പൊട്ടയമാണ്. അതാണ് അതിൻ്റെ കാരണം. അല്ലാതെ എങ്ങനെയാ? തെലുങ്കിൽ ഇറങ്ങുന്ന സിനിമകൾ മിക്കതും 99% ചിത്രങ്ങളും വളരെ മികച്ചതാണ്. അതുകൊണ്ട് അവിടുത്തെ പ്രേക്ഷകർ അത് വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകർ സിനിമയിൽ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് സിനിമകൾ വിജയിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ശരിയായ രീതി. പക്ഷേ അണ്ണം പറഞ്ഞു വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മളങ്ങനെ പുറത്തൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ടല്ല ശ്രമിക്കേണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞ ഓർമ്മയുണ്ടോ?